ഇന്നലെ ഞാൻ അനുലോമ വിലോമ പ്രാണായാമത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അതത്ര വലിയ കരുതലോ വലിയ തയ്യാറെടുപ്പൊന്നും ആവശ്യമില്ല. അത് സിമ്പിളായിട്ട് നിത്യവൃത്തി എന്നവണ്ണം അങ്ങ് ചെയ്താൽ മതി. അതിൻ്റെ ഫലം നമുക്ക് കിട്ടും. ആകെ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം നട്ടെല്ല് നിവർന്നിരിക്കണം. എങ്ങനെ എവിടെ ഇരുന്നാലും കുഴപ്പമില്ല. നട്ടെല്ല് നിവർന്ന് ഇരുന്ന ശേഷം വലത്തെ മൂക്ക് അടച്ചു പിടിച്ച് ഒരു വിരൽ ഉപയോഗിച്ച് ഇടത്തെ മൂക്ക് വഴി ഒരു 4 സെക്കൻഡ് കൊണ്ട് വായു എടുക്കണം. ഈ 4 സെക്കൻഡ് കൊണ്ട് ശ്വാസകോശം നിറയും. ഈ വായു മൂക്കിലൂടെ വരുമ്പോൾ ആ മൂക്കിൽ അനുഭവപ്പെടുന്ന ആ തണുപ്പ് ആസ്വദിച്ചു വേണം എടുക്കാൻ. 4 സെക്കൻഡ്, ഏകദേശം 4 സെക്കൻഡ് ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ ശ്വാസകോശം നിറഞ്ഞ് നിൽക്കുന്ന ഫീൽ ചെയ്യണം. അങ്ങോട്ട് ശ്രദ്ധ പോകണം. അവിടെ 4 സെക്കൻഡ് കൊണ്ടെടുത്തത് 4 സെക്കൻഡ് കൂടെ പിടിച്ചു നിർത്തണം. ശ്വാസകോശത്തിൽ വലത്തെ മൂക്ക് തുറന്നിട്ട് ഇടത്തെ മൂക്ക് മറ്റേ വിരലുകൊണ്ട് അടച്ചുകൊണ്ട് വലത്തെ മൂക്ക് വഴി പുറത്തേക്ക് വിടണം. 8 സെക്കൻഡ് എടുക്കണം. 8 സെക്കൻഡ് കൃത്യമായിട്ടല്ല, എണ്ണിയാൽ മതി. ഏകദേശം 1, 2, 3, 4 ഈ സ്പീഡിൽ എണ്ണിയാൽ ഏകദേശം സെക്കൻഡ് ഒത്തുവരും. ഇങ്ങനെ എണ്ണി 8 സെക്കൻഡ് കൊണ്ട് വലത്തൂടെ പുറത്തേക്ക് വിടണം. ഇടത് മൂക്ക് അടച്ചുകൊണ്ട് വിട്ട് കഴിഞ്ഞിട്ട് 1 സെക്കൻഡോ 2 സെക്കൻഡോ വായു എടുക്കാതിരിക്കുക. വലത്തെ മൂക്ക് വഴി ഒരു മൂക്ക് വഴി എടുക്കല്ലേ, ഇടത്തെ മൂക്ക് പിടിച്ചിരിക്കല്ലേ. വലത്തെ മൂക്ക് വഴി 1 or 2 സെക്കൻഡിന് ശേഷം വായു എടുക്കുക. അത് 4 സെക്കൻഡിലൂടെ നിറയ്ക്കണം. ആദ്യം പറഞ്ഞതുപോലെ മൂക്കിലേക്ക് വരുന്ന ആ തണുപ്പ് ഫീൽ ചെയ്യണം. ശ്രദ്ധ ശ്വാസകോശത്തിലേക്ക് പോകണം. അവിടെ അതിൻ്റെ ആ ശ്വാസകോശം വായു കൊണ്ട് നിറഞ്ഞത് ഫീൽ ചെയ്യണം. വലത്തെ മൂക്ക് അടച്ചു പിടിച്ച ശേഷം 4 സെക്കൻഡോടെ പിടിച്ച് നിർത്തിയ ശേഷം ശ്വാസകോശത്തിൽ നിന്നും ഇടത്തെ മൂക്ക് തുറന്ന് ഇടത്തെ മൂക്ക് വഴി പുറത്തേക്ക് വിടണം. 8 സെക്കൻഡ് കൊണ്ട് വിടണം. ഇങ്ങനെ വലത്തോട്ടും എടുത്തോട്ടും ആയിട്ടൊരു 10 മിനിറ്റെങ്കിലും ചെയ്താൽ കൊള്ളാം. 5 മിനിറ്റെങ്കിലും നോക്ക്. 10 മിനിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളിന് പിറ്റേ ദിവസം കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരു 3 ദിവസം ചെയ്യുമ്പോൾ വേറെ ഈസി ആയിട്ട് തോന്നും. ഒരാഴ്ച കഴിയുമ്പോൾ വേറെ ഈസി ആയിട്ട് ചെയ്യും. അതിൻ്റെ ഗുണമുള്ള ഇത്രയേ ഉള്ളെങ്കിലും ഇതിൻ്റെ സമയം വർദ്ധിപ്പിക്കണം. 4 സെക്കൻഡ് എന്നുള്ളത് ഒരു 8 സെക്കൻഡ് കൊണ്ട് എടുക്കാൻ ശ്രമിക്കണം. 8 സെക്കൻഡ് കൊണ്ട് ഇടത്തെ മൂക്ക് വഴി എടുത്തിട്ട് അകത്തെ 8 സെക്കൻഡ് നിർത്തി ഇടത്തെ മൂക്ക് വിരലുകൊണ്ട് അടച്ച് വലത്തെ തുറന്ന് വലത്തുവഴി വിടണം. 8ൻ്റെ ഇരട്ടി 16 സെക്കൻഡ് കൊണ്ട് വിടണം. അവിടുന്ന് വീണ്ടും 1 or 2 സെക്കൻഡിന് ശേഷം അത് ഇടത്തെ അടച്ചു പിടിച്ചുകൊണ്ട് വലത്തൂടി എടുക്കണം വായു ഉള്ളിലേക്ക്. അതുപോലെ തണുപ്പ് ഫീൽ ചെയ്യണം. മൂക്കിൽ ശ്വാസകോശം നിറയുന്നതായിട്ട് ഫീൽ ചെയ്യണം. ഇടതുവഴി തുറന്നിട്ട് വിടുക, വലത് അടച്ചുകൊണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 2 ആഴ്ച ആകുമ്പോഴേക്കും അത് ഈസി ആയിട്ട് 10 സെക്കൻഡ് കൊണ്ട് എടുക്കുക. അത് 10 നിർത്തുക, 20 കൊണ്ട് പുറത്തേക്ക് വിടുക. ഇത് തുടരാം. ഇത് കൂടുതൽ ചെയ്യുന്നവരുണ്ട്. 20 കൊണ്ട് എടുത്തിട്ട് 20 നിർത്തി 40 കൊണ്ട് വിടുന്നവരുണ്ട്. അതൊന്നും അത്ര ഈസി അല്ല. ഇതൊക്കെ ചെയ്യുന്നത് സിമ്പിൾ ഈസി ആയിരിക്കണം. ശ്രമിച്ചൊന്നും ചെയ്യല്ലേ. വലിയ കഠിനമായി ടെൻഷൻ എടുത്തൊന്നും ചെയ്യണ്ട. ബലം പ്രയോഗിച്ച് വേണ്ട. ഈസി ആയിട്ട് ചെയ്യാമെന്ന് ചെയ്താൽ മതി. ഈസി ആയിട്ടാണെങ്കിലും ആദ്യം പറഞ്ഞ് 4 സെക്കൻഡ് കൊണ്ട് എടുത്ത് അതുപോലും വലിയ ഗുണമുള്ളതാണ്. ക്രമേണ ഗുണമായിട്ട് വരും. വലിയ ഗുണമായിട്ട് വരും. ഒത്തിരി കാലമൊന്നും വേണ്ട. ഇതൊരു മാസം ആകുമ്പോഴേക്കൊക്കെ നല്ലപോലെ അതൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങും. 15 ദിവസം ആകുമ്പോൾ തന്നെ അതിൻ്റെ ചെറിയ ഗുണങ്ങൾ, അതിൻ്റെ പ്രയോജനം നമ്മൾ അറിഞ്ഞു തുടങ്ങും. ഇതാണ് അനുലോമ വിലോമ പ്രാണായാമം. ഇത് ഈസിയാണ്, വളരെ ഈസിയാണ്.
ഇത് സാധാരണ മനുഷ്യൻ നിത്യേന വീട്ടിൽ ചെയ്യുന്നുണ്ട്, ധാരാളം പേര് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഗുണം അവരോട് ചെയ്യുന്നവർ അറിയാമെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കും. അപ്പോൾ അറിയാം അതിൻ്റെ ഗുണം എന്ത് ഭയങ്കരമാണെന്ന്. ഓക്കെ.